മുത്തുനബിയുടെ സംസാരം. റിസാല ലക്കം ജനുവരി 2025. മുത്തുകോർക്കുന്ന പോലെ ക്രമത്തിൽ ഇടർച്ചയോ പതർച്ചയോ ഇല്ലാതെയായിരുന്നു സംസാരം. സംസാരിക്കുമ്പോൾ പൊൻപല്ലുകൾക്കിടയിൽ നിന്ന് പ്രകാശം വരും. പ്രതിപ്പെടാതെ സ്ഫുടമായി നിർത്തിയുള്ള സംസാരമാണ് മുത്തുനബിയുടേതെന്നും മുന്നിലിരിക്കുന്നവർക്കത് കൃത്യമായി മനസ്സിലാകുമെന്നും ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. മാനുഷിക ഇടപെടലുകളിൽ ഏറ്റവും പ്രധാനമാണ് കമ്മ്യൂണിക്കേഷൻ. ഒരാളെ അളക്കാവുന്ന അളവുകോലാണ് സംസാരം. നമ്മുടെ സംസാരം എങ്ങനെയായിരിക്കണമെന്ന് തൻ്റെ സംസാരത്തിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് മുത്തുനബിയുടെ സംസാരം. കമ്മ്യൂണിക്കേഷൻ പല രീതിയുണ്ട്. ഒന്ന്, നാം നമ്മോട് തന്നെ സംസാരിക്കുന്ന രീതിയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇത്തരം സംസാരങ്ങൾ പലപ്പോഴും ശബ്ദം താഴ്ത്തിയോ തീരെ ശബ്ദമില്ലാത്തതോ ആയിരിക്കും. പലപ്പോഴും മൗനിയായിരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ ചിന്തിക്കുകയായിരിക്കും. രണ്ട് വ്യക്തികൾക്കിടയിൽ രൂപപ്പെടുന്ന സംസാര രീതി ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മെ കേൾക്കുന്ന വ്യക്തിയെ മോശമായി ചിന്തിപ്പിക്കുന്ന ഒരു ഭാഷയും നാം പറയരുത്. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോശമായൊരു വാക്ക് പോലും പറയുകയില്ല. എന്നിട്ട് തങ്ങൾ പറയുന്നു, നിങ്ങളിൽ നല്ലവർ സ്വഭാവം നന്നായവരാണ്. സ്വഭാവം നന്നാവാൻ സംസാരം നന്നാക്കണം. 3, ഒരു കൂട്ടം വ്യക്തികൾക്കിടയിൽ രൂപപ്പെടുന്ന കമ്മ്യൂണിക്കേഷൻ രീതിയാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഇത്തരം സംസാര സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ശബ്ദമുയർത്തരുത്. അത് ശരിയായ പെരുമാറ്റത്തിന് വിരുദ്ധമാണ്. ശബ്ദമുയർത്തുന്നത് നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയോടുള്ള ബഹുമാനമില്ലായ്മയെ സൂചിപ്പിക്കുന്നതാണ്. നമ്മെ കേൾക്കുന്ന വ്യക്തിക്ക് എല്ലാം മനസ്സിലാവുന്നുവെന്ന് ഉറപ്പുവരുത്തുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുന്യാവിൻ്റെ കാര്യങ്ങൾക്കായി ദേഷ്യപ്പെടുകയില്ലായിരുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ 3 തവണ പറയുമായിരുന്നു. കേൾക്കുന്നവർ കൃത്യമായി മനസ്സിലാക്കാനും കാര്യത്തിൻ്റെ ഗൗരവം അവരെ ഉണർത്താനും വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ഉയർന്ന ഗ്രാഹ്യശേഷിയുള്ളവരെയും മിതശേഷിയുള്ളവരെയും സാവധാനം മാത്രം മനസ്സിലാക്കാൻ കഴിവുള്ളവരെയും പ്രത്യേകം പരിഗണിക്കുന്ന രീതിയായിരുന്നു തങ്ങളുടേത്. മുത്തുകോർക്കുന്ന പോലെ ക്രമത്തിൽ ഇടർച്ചയോ പതർച്ചയോ ഇല്ലാതെയായിരുന്നു സംസാരം. സംസാരിക്കുമ്പോൾ പൊൻപല്ലുകൾക്കിടയിൽ നിന്നും പ്രകാശം വരും. ധൃതിപ്പെടാതെ സ്ഫുടമായി നിർത്തിയുള്ള സംസാരമാണ് മുത്തുനബിയുടേതെന്നും മുന്നിലിരിക്കുന്നവർക്കത് കൃത്യമായി മനസ്സിലാകുമെന്നും ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ചെറിയ വാക്കുകളിൽ വലിയ അർത്ഥമുണ്ടാക്കുക എന്നത് തങ്ങളുടെ സംസാരത്തിൻ്റെ പ്രത്യേകതയാണ്. ലീൻ ലാംഗ്വേജ്. മലയാള സാഹിത്യത്തിൽ ബഷീറിൻ്റെ കഥകളിലും നമുക്ക് ലീൻ ലാംഗ്വേജ് കാണാൻ സാധിക്കും. ഏറെക്കാലം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന ബഷീറിനെ കണ്ടയുടനെ കതക് തുറന്ന്, നീയായിരുന്നു, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് വേണം കിടക്കാൻ എന്ന് ബഷീറിൻ്റെ ഉമ്മ പറയുന്നുണ്ട്. ഉടനെ ബഷീർ അത്ഭുതത്തോടെ ഉമ്മയോട് ചോദിക്കുന്നു, ഞാൻ ഇന്ന് വരുമെന്ന് എങ്ങനെയാണ് ഉമ്മ മനസ്സിലാക്കിയത്? ഉടനെ ഉമ്മയുടെ മറുപടി, ഞാൻ എന്നും വിളമ്പി വെക്കും. ജീവിതത്തിൽ അത്രമേൽ ആഴമുള്ളൊരു സ്നേഹാതിരേകത്തെ അത്ര ചെറിയ വാക്കിൽ ബഷീർ അവതരിപ്പിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമായിരുന്നു. ഇസ്ലാമിനെ സൗന്ദര്യമാക്കുന്ന ഘടകങ്ങളിൽപ്പെട്ട ഒന്നാണ് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നത്. നമ്മുടെ ഇടപെടലുകൾ മനോഹരമാക്കാൻ നല്ല സംസാരം ജീവിതത്തിലുടനീളം കൊണ്ടുവരാൻ ശ്രമിക്കുക.
അവലംബം ഷമാഇലുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, ദ കമ്മ്യൂണിക്കേറ്റീവ് എഫക്റ്റീവ്നെസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി ബൈ ജീനറ്റ് ലിറ്റിൽമോർ, എ ബ്രിട്ടീഷ് സ്കോളർ, ബി എ ജേർണലിസ്റ്റ്, മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആദ്യവർഷ വിദ്യാർത്ഥിയാണ് ലേഖകൻ അൽവാരിസ് ഷമീം ചെല്ലക്കുടി.